നമ്മുടെ മെൻസ് ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ദുരന്ത കഥയാണ്. ഭാഗ്യത്തിന്റെ പോലും കടാക്ഷം പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അത് ചില മത്സരങ്ങളിലാകട്ടെ, ഡ്രോസ് ഒക്കെ വരുന്ന സമയത്താകട്ടെ എന്നുള്ളത്. എന്നാൽ വുമൻസ് ഫുട്ബോളാണ് റീസെൻ്റ്ലി നമുക്ക് ചില ഹോപ്പുകൾ തന്നത്. ഇപ്പോൾ ഡ്രോ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്താണ് ഇന്ത്യക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും നല്ല ഈസി ഗ്രൂപ്പ് ഏതാണ്, അല്ലെങ്കിൽ ടഫ് ഗ്രൂപ്പ് ഏതാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ. എന്താണെങ്കിലും ഇന്ത്യൻ വുമൻസ് ടീമിന് ഭാഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്ക് കിട്ടുന്ന ഗ്രൂപ്പ് ജപ്പാൻ, വിയറ്റ്നാം, ചൈനീസ് തായ്പേ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ജപ്പാൻ ഉറപ്പായിട്ടും ഒരു ടഫാണ്. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ടഫ് ഒപ്പോണൻ്റ് ആയിട്ട് ആരെയാണ് പോർട്ട് 1-ൽ നിന്ന് കിട്ടുക എന്നുള്ള സാഹചര്യത്തിൽ ഇപ്പം ഓസ്ട്രേലിയയും അതുപോലെ നോർത്ത് കൊറിയയാണ് പോർട്ട് 1-ൽ ഉണ്ടായിരുന്നത്. അവരെ കിട്ടിയതിനെ കുറച്ചും കൂടി കുഴപ്പമില്ലായിരുന്നു. അവരെ കിട്ടിയാലും മത്സരം തോക്കാൻ തന്നെയാണ് സാധ്യത. എങ്കിലും ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വലിയ മാർജിന് തോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ജപ്പാന് പകരം നോർത്ത് കൊറിയ ആയിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പ് എന്തുകൊണ്ട് നമ്മൾ ഈസി ഗ്രൂപ്പ് എന്ന ലെവലിൽ പറഞ്ഞിരുന്ന അതേ ഗ്രൂപ്പിനെ കിട്ടിയിരുന്നേനെ എന്നുള്ളതാണ്. ഇപ്പം എന്താണെങ്കിലും നമുക്ക് കിട്ടുന്നത് ഈസി ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്ന രണ്ട് ടീമിനെയും അതുപോലെ ടഫ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന പോർട്ട് 1-ൽ നിന്നുള്ള ജപ്പാനെയുമാണ് എന്നുള്ളതാണ്. അതാണെങ്കിലും പറഞ്ഞല്ലോ, പോർട്ട് 1-ൽ നിന്ന് ജപ്പാനെ കിട്ടി. പോർട്ട് 2-ൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമാണ്. ഒന്ന് ആലോചിക്കുക, നമുക്ക് മറ്റ് പകരക്കാരായിട്ട് ഇപ്പം കിട്ടേണ്ടിയിരുന്നത് വല്ല ചൈനയോ സൗത്ത് കൊറിയ ആയിരുന്നെങ്കിൽ എന്താണെങ്കിലും മത്സരം തോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സ്ഥാനത്താണ് നമുക്ക് വിയറ്റ്നാമിനെ കിട്ടുന്നത്. ഇപ്പം വിയറ്റ്നാം ആണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ടഫ് തന്നെയാണ്. പക്ഷേ നമ്മൾ തായ്ലൻഡിനെ എതിരെയുള്ള മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഭയങ്കര ടഫായിട്ടുള്ള മത്സരമാണ് പ്രതീക്ഷിച്ചത്. നമുക്ക് വിജയമൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചല്ലോ. അപ്പം വിയറ്റ്നാമിനോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുമ്പിലുള്ളത്. ഇനി പോർട്ട് 3-ൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടീം ചൈനീസ് തായ്പേയാണ്. ഇതിൽ നമുക്ക് ഫിലിപ്പീൻസിനെ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാളിയേനെ. കാരണം ഫിലിപ്പീൻസ് നല്ല ടീം തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. എന്താണെങ്കിലും ചൈനീസ് തായ്പേ നമുക്ക് സമീപകാലത്ത് നമ്മൾ രണ്ട് മത്സരങ്ങൾ 2023 മത്സരം കളിച്ചപ്പോൾ 2-1 ചൈനീസ് തായ്പേയാണ് വിജയിച്ചത്. അതിന് മുമ്പ് നമ്മൾ 2021 കളിച്ചപ്പോൾ 1-0 വിജയിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ചൈനീസ് തായ്പേ റീസെൻ്റ്ലി ഇന്ത്യക്കാൾ ബെറ്ററായുള്ള ടീം തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏഷ്യൻ കപ്പിൽ നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്ന ഏതൊരു ടീമും ഇന്ത്യക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ടീം ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമുക്ക് ഇനി വരാൻ പോകുന്ന പ്രിപ്പറേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AFF അവരുടെ ഒഫീഷ്യൽ ഹാൻഡിലൂടെ ഒരു വലിയ പ്രിപ്പറേഷൻസ്, ക്യാമ്പ്സ്, മാച്ചസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കൃത്യമായിട്ട് കിട്ടി മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുള്ളൊരു ഗ്രൂപ്പ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ജപ്പാനെതിരെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ വലിയ പരിക്കുകളില്ലാത്തൊരു തോൽവി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അവസാനം 7-0 മറ്റൊക്കെയാണ് തോറ്റത്. അപ്പം അവർ ലോക ചാമ്പ്യൻസൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു ലോകത്തിൽ തന്നെ മികച്ച വനിതാ ടീമുകളിലൊക്കെ ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പം അവർക്കെതിരെ ഒന്ന് പിടിച്ച് കളിക്കുക. ബാക്കി രണ്ട് മത്സരങ്ങൾ വിയറ്റ്നാമിനെതിരെയും ചൈനീസ് തായ്പേക്കെതിരെയും മത്സരത്തിൽ 4 മുതൽ 6 പോയിൻറ്റ്സ് വരെയൊക്കെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ആദ്യത്തെ രണ്ട് ടീമുകൾക്ക് എന്താണെങ്കിലും സാധ്യതയുണ്ട്. മൂന്നാമതെത്തുന്ന ടീം, അതായത് ബെസ്റ്റ് 2 ടീമിന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ സാധിക്കും. ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് ലോകകപ്പിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നൊരു ചാൻസ് ആണ് അവിടെ നിൽക്കുന്നത്. അപ്പം അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാം ഇനി പ്രിപ്പറേഷൻ പോലെ ഇരിക്കും. ഇനി പോർട്ട് 4-ൽ നിന്ന് ബംഗ്ലാദേശും ഇറാനും കിട്ടിയിട്ടുള്ള ആ ഒരു ടീമുകളെ കൂടി നമുക്ക് പരിശോധിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് എങ്ങനെയെന്നുള്ളത് വിലയിരുത്താൻ. അതിൽ ബംഗ്ലാദേശിന് കിട്ടുന്ന ഗ്രൂപ്പിൽ കൊറിയ, നോർത്ത് കൊറിയ, അതുപോലെ ചൈന, ഉസ്ബെക്കിസ്ഥാൻ എന്നീ ടീമുകളാണ്. ഇന്ത്യയേക്കാൾ എന്തുകൊണ്ടും ടഫാണ്. കാരണം DPR കൊറിയ ആണെങ്കിലും അല്ലെങ്കിൽ ചൈന ആണെങ്കിലും നല്ല ടഫായിരിക്കും. ആ മത്സരത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ മിറക്കിൾസ് സംഭവിക്കണം എന്നുള്ള കാര്യമാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെ ആണെങ്കിലും നമ്മൾ റീസെൻ്റ്ലി ഉള്ള മത്സരങ്ങളൊക്കെ തോക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാന് കിട്ടിയതാണ് മോനെ ടഫ് ഗ്രൂപ്പ്. ഓസ്ട്രേലിയ, കൊറിയ, ഫിലിപ്പീൻസ്. നമ്മൾ ടഫായിട്ടുള്ള മാച്ച് ആയിരിക്കും എന്നേനെ ആ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ പെട്ടിരുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു ഏഷ്യൻ കപ്പിലെ ഒരു മരണ ഗ്രൂപ്പെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് തന്നെ ആ ഒരു ഗ്രൂപ്പാണ്. എന്നാൽ കുറച്ചും കൂടി വലിയ പരിക്കുകളില്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്ന് തോന്നുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണെന്നുള്ളതാണ്. ആ ഭാഗ്യം നമ്മൾ പ്രിപ്പറേഷനിലൂടെയും നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെങ്കിലും അവർ കാണിച്ചിട്ടുണ്ട്. അത് ഏഷ്യൻ കപ്പിലേക്ക് വരുമ്പോഴും കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെ മുന്നേറാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.